ഹലോ, ഇന്ന് ഞങ്ങൾ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സമയം 2:30 കേട്ടോ, പുലർച്ചെ 2:30. അപ്പോൾ ചേട്ടനെ അറിയില്ല, ഞങ്ങൾ വരണ കാര്യം സർപ്രൈസായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അച്ഛനെ കൊണ്ടുവരാൻ പോവല്ലേ? അച്ഛനെ കൊണ്ടുവരാൻ പോവല്ലേ? വിനേഷി ഇടയ്ക്ക് ഹായ് പറഞ്ഞു. അച്ഛനെ കൊണ്ടുവരാൻ പോവാ പറയും. അച്ഛനോണ്ടരാൻ പോവാ പറഞ്ഞ അച്ഛനോണ്ടരാൻ പോവാ പറഞ്ഞ. അങ്ങനെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു മമ്മി ഹബ്ബ് എന്നാണ് കേട്ടോ ഈ ഡ്രസ്സ് എടുത്ത്. ഫീഡിങ് ടോപ്പാണ്. പക്ഷേ ഞാനിത് കാണിക്കാൻ പോണത് ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതിനോട് ഒപ്പം പെയർ ചെയ്തിട്ടുള്ള ഈ പാൻറ്റ് ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. ലേസ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, ഒരു വൈറ്റും ബ്ലാക്ക് എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണമല്ലോ. കണ്ടാൽ 196 രൂപയ്ക്ക് എല്ലാവരും പർച്ചേസ് ചെയ്ത് നല്ല അടിപൊളി പാൻറ്റായിരുന്നു. മോളുടെ ഡ്രസ്സും മീഷോ പർച്ചേസ് തന്നെയായിട്ട് ഒരു ബീച്ച് ടൈപ്പ് ഡ്രസ്സായിരുന്നു. പക്ഷേ മോൾക്ക് ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ചേട്ടനെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിലേക്ക് പോയി. പുലർച്ചെ 2:30 അവനോട് കൂടിയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ചേട്ടന് ഞങ്ങൾ വരുന്നത് അറിയേയില്ല. മോളെ 2 ദിവസം നല്ല പനി കൂടി ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എന്തായാലും വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളത് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് തന്നെ ചേട്ടൻ വിചാരിച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്കാണ് കേട്ടോ പോയത്. കോഴിക്കോട് എയർപോർട്ടിലാണ് ചേട്ടൻ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ചേട്ടൻ വന്നു. കൊച്ചിക്കൊക്കെ പോകാറുണ്ട്, കോഴിക്കോട് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ചേട്ടൻ വന്നു. പിന്നെ ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ മനസ്സിലായിട്ടില്ല. ശരിക്കും സർപ്രൈസായിട്ടാണ് ചേട്ടൻ ഞങ്ങൾ വന്നത്. ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ചെന്നപ്പോൾ. കൊണ്ടുവരാനായിട്ട് മക്കളെയും കാണാൻ പറ്റിയില്ല അവിടെ എത്തിയിട്ട്. പിന്നെ ഇത്രയും നേരത്തെ ആയതുകൊണ്ട് തീരെ വരില്ല എന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മക്കളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ചേട്ടൻ വന്നേക്കണത് നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ പൂരാഘോഷം നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ചേട്ടൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നത്. അവിടുത്തെ തന്നെ പഞ്ചായത്തിലെ വാദ്യകലാക്ഷേത്രത്തിലെ കലാകാരന്മാർ ഉൾക്കൊള്ളുന്ന പാണ്ടിമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂരത്തിനോടനുബന്ധിച്ച് അതിന് മുന്നോടിയായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാനൊക്കെ ആയിട്ടാണ് ആൾ വന്നേക്കണത് കേട്ടോ. അപ്പോൾ കാലത്ത് വന്ന് ഉച്ചരിഞ്ഞിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതേ മക്കളെ കണ്ട എൻ്റെ സന്തോഷത്തിൽ ചേട്ടൻ ചോക്ലേറ്റ്സൊക്കെ മക്കൾക്ക് കൊടുക്കണം കേട്ടോ. കാലത്ത് പല്ലും കൂടി തേക്കാതെ കിട്ടി വയ്ക്കുമ്പോൾ 2 മക്കളും അത് കഴിച്ചു കേട്ടോ. അങ്ങനെ അവർ ഹാപ്പിയായി, ചേട്ടനും ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ തിരിച്ച് കോഴിക്കോട് നിന്ന് പോന്നു കേട്ടോ. ഒരു 5:30 ആ ടൈമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പൂരാഘോഷം എന്ന് പറയണത്, അവിടെ പൂരാഘോഷം ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാട്ടിത്തരാം. അവിടെ ഞാൻ പാവർട്ടി കാക്കശ്ശേരി ഭാഗത്താണ് കേട്ടോ ഏട്ടൻ്റെ വീട്. അവിടെ ചെറിയ കുട്ടികൾക്ക് വരെ പൂരാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അവിടുത്തെ പൂരങ്ങളും ആഘോഷങ്ങളൊക്കെ. അത് ഇനിയുള്ള മേളവും ഈ പൂരത്തോടനുബന്ധിച്ചുള്ള മേളം എന്ന് പറഞ്ഞില്ലേ, അതായത് പാണ്ടിമേളം എന്ന് പറയണത്, അതൊക്കെ ഞാൻ ഇതിൽ ചെറുതായിട്ട് കാണിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്രത്തോളം അവിടുത്തെ ആൾക്കാർ അത് ഉൾക്കൊണ്ടാണ് ഈ പരിപാടിയിൽ അത്രയും ഇൻവോൾവ് ആവണേ എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ ഇതാണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ പരിപാടി അന്നത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പൂരത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് കേട്ടത്. അപ്പോൾ ഇനി പൂരത്തിൻ്റെ കാര്യം പറയാനൊന്നുമില്ലല്ലോ. ഇതുപോലെ കൊടി കയറിക്കഴിഞ്ഞ 7 ദിവസം അവിടെ അമ്പലത്തിൽ കഞ്ഞിയും പുഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേക കൂട്ടായ്മയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബായ്.